ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം ഇന്ന് ഞാൻ ഹെയർ ബാൻഡൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പുറത്ത്. അപ്പോൾ സ്കിന്നാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, സ്കിൻ തന്നെയാണ് എല്ലാവരുടെയും വിഷയം. സ്കിന്ന്, ഹെയർ, പിന്നെന്താ പറയുക, ശരീരത്തിൻ്റെ ഭംഗിയും ഷേപ്പും മണ്ണവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഹെൽത്ത് റിലേറ്റഡ്, ഇൻസൈഡ് ഹെൽത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കുന്നു, ഹെൽത്തി ആയിട്ട് വയ്ക്കുന്നു, അത്രത്തോളം ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ആകും നമ്മൾ. സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യം മാത്രമല്ല, അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ ജസ്റ്റേഴ്സും നമ്മുടെ ക്യാരക്ടറും എല്ലാം വളരെ വളരെ പ്രധാനമാണ്. സൗന്ദര്യം വാക്കുകളുണ്ടെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഒരാളുടെ ക്യാരക്ടറാണ് അവരുടെ സൗന്ദര്യം. ഓക്കെ, പിന്നെ പുറമേ കാണുന്നതാണ് പെട്ടെന്നൊരു ഫസ്റ്റ് എന്താ പറയുക, ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ആൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. പക്ഷെ അതല്ല, ഡീപ്പ് ഡൗൺ ആയിട്ട് ഒരാളെ അറിഞ്ഞാൽ മാത്രമേ ആൾ എത്രത്തോളം സുന്ദരനോ സുന്ദരിയോ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നിറം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം ഞാൻ ഡിസ്ക്ലെയിമേഴ്സാണ് കേട്ടോ ആദ്യമേ പറഞ്ഞത്. നിറം എല്ലാവരുടെയും റിലേറ്റീവാണ്. എല്ലാ നിറത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. അപ്പം എന്തുകൊണ്ട് നിറം കൂടാൻ വേണ്ടി അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ, അത് ബ്രൗൺ ആകാം, ബ്ലാക്ക് ആവാം, വൈറ്റ് ആകാം, ഒരു മീഡിയം ആകാം, എന്തും ആകാം. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബ്രൗൺ സ്കിൻ ആണെങ്കിൽ ആ ബ്രൗൺ എത്രയും തിളക്കത്തോടു കൂടി ഏറ്റവും നന്നായിരിക്കണം. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് നല്ല ബേബി സ്കിന്നാണ് അല്ലേ. അത് ഏത് കളറാണെങ്കിലും, ഇപ്പോൾ ഡാർക്ക് കളറുള്ള ആയിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിലും കറുത്ത നിറമാണോ ബ്രൗൺ ആണോ വെളുപ്പാണോ എന്നുള്ളതല്ല, അവരുടെ സ്കിന്നെല്ലാം സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിരിക്കും. നമ്മൾ പ്രായമായി പോകുമ്പോൾ നമുക്ക് അത്രയും ഷൈനിങ്ങും ബേബി സ്കിന്നൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഒരു ഹെൽത്തി സ്കിൻ, നമുക്ക് ചുറ്റും നടക്കുന്ന പൊല്യൂഷൻസൊക്കെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ബാധിക്കാറുണ്ട്. അതായത് അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം, ഭക്ഷണം, പിന്നെ അതുപോലെ നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ എന്താ പറയുക, വർക്ക് പ്ലേസിലുള്ള കാര്യങ്ങൾ, ഫാമിലി ലൈഫിലുള്ള വിഷയങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഒരാളുടെ ആരോഗ്യം, പിന്നെ എല്ലാം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അത് ബാഹ്യമായ സൗന്ദര്യവും ഉള്ളിലെ സൗന്ദര്യവും എല്ലാം അതിനെ ബാധിക്കും. അപ്പോൾ ഇതൊന്നും ബാധിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ മനസ്സിനെ നല്ല ശക്തമാക്കി വയ്ക്കുക, നല്ല സ്ട്രെങ്തൻ ചെയ്ത് വയ്ക്കുക. അതിന് ബാഹ്യമായ ശക്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലേ. നേച്ചറിനെ വർഷിപ്പ് ചെയ്യാം, പിന്നെ ദൈവങ്ങളെ വർഷിപ്പ് ചെയ്യാം, ഏത് മതം, ഏത് ജാതി, അങ്ങനെയല്ല. നമുക്ക് എന്താണ് വിശ്വാസം അത് മുറുകെ പിടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കോർ സ്ട്രെങ്ത് എല്ലാം കിട്ടും, അല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്. പിന്നെ നല്ല സുഹൃത്തുക്കളുടെയും നല്ല ബന്ധങ്ങളുടെയും ഒക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സൗന്ദര്യ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങളിലേക്ക് കടക്കാൻ. പിന്നെ പ്രായം ഒരു ഭയങ്കരമായ ഒരു തിരിച്ചടിയാണ്. പ്രായം കുഞ്ഞിലേ തൊട്ട് വലുതായി പല പല സ്റ്റേജസിലൂടെ പോകുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മളെല്ലാവരും വയസ്സാകും. അതിൻ്റെ ജരാനരകൾ ബാധിക്കുക എന്നൊക്കെ പറയില്ല, അതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ട്. അപ്പം നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ ആ പ്രായം വരുന്നതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ചേഞ്ചസ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ദേഹത്ത് പ്രകടമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സ്കിന്നെ നമ്മൾ സൂക്ഷിക്കുന്നു, എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മുഖത്ത് ആപ്ലിക്കേഷൻസ് ഇടാം. ഇപ്പോൾ വില കൂടിയ ധാരാളം ക്രീമുകൾ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടും. അത് ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടി വാങ്ങിയേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അത്രയും പൈസ കൊടുത്തൊന്നും വാങ്ങാൻ പറ്റണം എന്നില്ലല്ലോ എല്ലാവർക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ സ്കിൻ റിലേറ്റഡ് കാര്യങ്ങൾക്ക് പലതരം ഇഞ്ചെക്ഷൻസ് ഉണ്ട്. നിറം വയ്ക്കാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ക്ലിയർ സ്കിന്ന് ഗ്ലോ ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, പിന്നെ ഫില്ലേഴ്സ്, ബോട്ടോക്സ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവന് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ഒരുപാട് പൈസ വേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ആയിരങ്ങളൊന്നുമല്ല, ലക്ഷങ്ങൾ തന്നെ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ല നമ്മൾ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ചെയ്യുന്ന ആൾക്കാരുകൊണ്ട് ചെയ്യുകയും ചെയ്യാം, പ്രശ്നമില്ല. പൈസ നമ്മുടെ മണിയുടെ എത്ര നമ്മൾ കയ്യിൽ കാശുണ്ടോ അതനുസരിച്ച് ചിലവാക്കാനുള്ള കപ്പാസിറ്റി അതനുസരിച്ച് ചെയ്യാം. അതൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്ന ഒരാളും അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് ചുറ്റും കാണുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ അത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും നമ്മുടെ ഉള്ളിലെയും കഴിക്കുന്ന ഭക്ഷണത്തിലും ഉൾക്കൊള്ളിക്കുക, പുറമെ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഹെയറിനാണെങ്കിലും ഇനിയിപ്പോൾ സ്കിന്നിൻ്റെ കാര്യമാണ്. ഒരുപാട് സ്കിൻ റെമഡീസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരെണ്ണമാണിത്, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതായത് റിങ്കിൾസാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ദൈവാധീനം കൊണ്ട് റിങ്കിൾസ് ചിലർക്ക് പെട്ടെന്ന് വരില്ല. കുറേയൊക്കെ നമ്മുടെ
അച്ഛനമ്മമാർ തന്ന അനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. ജനറ്റിക്കലായിട്ട് നമുക്ക് നല്ല സ്കിന്ന് കിട്ടാം. പക്ഷേ നല്ല സ്കിന്ന് തന്നെ നമ്മൾ സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഷ്രിങ്കിങ്ങും എന്താ പറയുക ചുളിവുകളും ഒക്കെ വന്നിട്ട് റിങ്കിൾസൊക്കെ വന്ന് ആ ഒരു സൗന്ദര്യമൊക്കെ കുറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 40 വയസ്സാകുമ്പോൾ 50 വയസ്സ് പോലെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? 50 വയസ്സാകുമ്പോൾ 65 വയസ്സ് തോന്നിച്ചാൽ ബുദ്ധിമുട്ടല്ലേ? നമ്മുടെ ഏജ് എത്രയാണോ അതിനെക്കാട്ടും ഒരു 5-10 വയസ്സ് താഴോട്ടിരിക്കുന്നത് തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്താൽ അതായത് ഇന്ന് കൊണ്ട് വെച്ചാൽ ഉടനെ ശരിയാവുന്ന കാര്യമല്ല സ്കിന്നിൻ്റെ കാര്യം. കുറേ നാളുകൾ കൊണ്ടേ ശരിയാവുള്ളൂ. നേരത്തെ തുടങ്ങിയാൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കൊരു 50 വയസ്സാകുമ്പോഴും സ്കിന്ന് നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 30s തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ഹോം റെമഡീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് 50 വയസ്സായവർ ചെയ്യേണ്ടതല്ല. 50 വയസ്സായവർക്കും ചെയ്യാം, 60 വയസ്സായവർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ഏർലിയർ ദ ബെറ്റർ. നമ്മൾ ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ റിങ്കിൾസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ട് റിങ്കിൾസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല, എങ്കിലും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ എഗ് വൈറ്റ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ പുരട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ പിടിക്കും, നമ്മുടെ സ്കിന്നിനൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്ന പോലെ തോന്നും. അതെന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നല്ലതായിട്ട് അതിങ്ങനെ വലിച്ചെടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഫേം ആക്കി തരും. സ്കിന്ന് ഫേം ആകാൻ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡിയാണ് എഗ് വൈറ്റ്. അപ്പോൾ ഇത് കണ്ണിൻ്റെ അടിയിൽ പുരട്ടിയാലും നല്ലതാണ്. കണ്ണിൻ്റെ അടിയിലെ തടിപ്പൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. എഗ് വൈറ്റ് ഇസ് വെരി ഗുഡ്. പിന്നെ ഓപ്പൺ പോസ് ഉള്ളവർക്കും എഗ് വൈറ്റ് നല്ലതാണ്. പോസൊക്കെ കുറച്ച് ഷ്രിങ്ക് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തു. ഇപ്പോൾ തൽക്കാലം കാണിക്കാനായിട്ട് ഒരു ഹോൾ എഗ് എടുത്ത് കാണിക്കുന്നു. പിന്നെ നാരങ്ങ വൈറ്റമിൻ സിയുടെ ഒരു നല്ല കലവറയാണ്. അതും നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും. കണ്ണിൻ്റെ അടിയിലെ തടിപ്പ്, മുഖത്തുള്ള ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. പ്ലസ് നല്ല ഒരു ആൻറ്റി ഏജിങ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ് ആണല്ലോ. ഇത് ഒരു അരമുറി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്ററൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പതഞ്ഞു വരും കേട്ടോ. ഹാൻഡ് ബീറ്റർ വെച്ച് നമ്മളെന്താ പറയുക, വിസ്ക് വെച്ചിട്ട് ചെയ്താലും നല്ലതായിട്ട് പറയും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ, നിങ്ങളുടെ മുഖത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഓയിൽ, വെളിച്ചെണ്ണയാകാം, ഒലിവ് ഓയിലാകാം, ആൽമണ്ട് ഓയിലാകാം, എനിത്തിങ്. പിന്നെ നല്ലെണ്ണയാകാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരല്പം നല്ലെണ്ണ, 1 ടീസ്പൂൺ വരെ ആണ്. എണ്ണയും കൂടി ഒഴിച്ചു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ് ഇവിടെ, എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഞാനിവിടെ ബ്യൂട്ടി വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അവരാരും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് എനിക്കെന്നെ തോന്നുന്നു. കുഞ്ഞ് ഉറങ്ങുന്ന സമയമാണ്, പക്ഷേ കുഞ്ഞ് അകത്ത റൂമിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ വാട്ടറി ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. ആ മുട്ടയുടെ വെള്ളയുടെ ആ ഒരു എന്താ പറയുക സ്റ്റിക്കി നേച്ചർ മാറും കണ്ടോ, നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ. ഇനി ഇത് ക്ലീൻഡ് ഫേസ്, മുഖമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കൊടുത്ത് മസാജ് ചെയ്യുക. നല്ല നാരങ്ങയുടെ മണം വരുമ്പോൾ മുട്ടയുടെ ആ ഒരു ഒളിമ്പ് മണമില്ലേ, മുട്ടയ്ക്കൊരു മണമുണ്ടല്ലോ, ആ മണം ഉണ്ടാവില്ല ഈ ലൈം അതിൽ ആഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ശരിക്കും സിട്രസ് മണമാണ്, നല്ല നാരങ്ങയുടെ മണം മാത്രമേ കിട്ടുന്നുള്ളൂ. എഗ് വൈറ്റിൻ്റെ യാതൊരു മണവുമില്ല. നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കുന്ന സമയത്ത് വാനില എസൻസ്, മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് വാനില എസൻസ് ഒഴിക്കുക. ആ കൂട്ടത്തിൽ ഒരു അല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചാൽ എഗ്ഗി സ്മെല്ലുണ്ടാവില്ല. ഇത് വളരെ കൂടുതലാണ്, നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതലുണ്ട്. ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അടച്ചിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ക്യൂബാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ആ ക്യൂബ് എടുത്ത് രാവിലെ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. ഒരു 5 ക്യൂബ് കിട്ടും. കണ്ണിൻ്റെ മുകൾ ഭാഗത്തും തേച്ച് കൊടുക്കുക.
ആക്ച്വലി കഴുത്തിലും എല്ലാം ഇടണം കേട്ടോ. എനിക്കിപ്പോൾ കഴുത്തിലിടാനൊരു ബുദ്ധിമുട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ചെയ്യാൻ, അതുകൊണ്ട് മാത്രം ഞാൻ കഴുത്തിലിടുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കഴുത്തിൽ ഞാനിപ്പോൾ ഇട്ട് എനിക്കത് ക്ലീനിങ് ഒരു ഇഷ്യൂ ആകും, ഭയങ്കര പാടാണ്, ഇവിടെയൊക്കെ വെള്ളവും. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിൽ കൂടി ഇടാൻ മറക്കണ്ട. ഓക്കെ, മുഖത്ത് എന്ത് കാര്യം ചെയ്താലും അത് നെക്കിലും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ജസ്റ്റ് വെയിറ്റിംഗ്, ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ, എന്നിട്ട് നമുക്കിത് തുടയ്ക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. അതെ, നല്ല ഡ്രൈ ആയി ഉണങ്ങി പിടിച്ചിരിക്കുക. ഇപ്പം ഇങ്ങനെ വലിഞ്ഞു പിടിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, ആ ലൈം ജ്യൂസും കൂടെ പുരട്ടിയിരിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതില്ല, ഷ്രിങ്കേജ് ഇല്ല. പക്ഷെ നോക്കിക്കോളൂ, അതെങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാമല്ലോ. അതെ, ഇങ്ങനെ ഇതെല്ലാം എഗ് വൈറ്റ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. എന്നാലും പ്ലെയിൻ എഗ് വൈറ്റ് തേക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും ഇങ്ങനെ നാരങ്ങ നീരും കൂടി ചേർത്ത് ഓയിലും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ. മറ്റ് എഗ് വൈറ്റ് മാത്രമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. ഓയിലിൻ്റെ കണ്ടൻറ്റും കൂടി ഉണ്ടെങ്കിൽ അത്ര ഡ്രൈ. നാരങ്ങ നീരും എഗെയിൻ ഭയങ്കര ഡ്രൈ ആക്കുന്ന കാര്യമാണ് സ്കിന്നിനെ. അപ്പോൾ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്, അതൊന്നും ഉണ്ടാവില്ല. ഇത് വെള്ളം കോട്ടൺ പാഡ്സ് ഇട്ടിട്ടുണ്ട്, തുടച്ച് മാറ്റാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അല്പം ഒന്ന് വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുക്കാം, ഒന്ന് എന്താ പറയുക ലൂസൻ ചെയ്യാനായിട്ട്. ആ ഉണങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് ഇളകി തുടങ്ങട്ടെ. കഴുത്തിലുണ്ടെങ്കിൽ കഴുത്തിലും കൂടി ഇങ്ങനെ തുടയ്ക്കണം. ഈ കോട്ടൺ മാറ്റാം, ഒരു ഫ്രഷ് പീസ്. എപ്പോഴും സർക്കുലർ മൂവ്മെൻറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. മുഖം തുടയ്ക്കാനാണെങ്കിലും എന്തെങ്കിലും അപ്ലൈ ചെയ്യാനാണെങ്കിലും എല്ലാം. കണ്ണിൻ്റെ മുകളിലും കംപ്ലീറ്റായി. മൂന്നാമത്തെ പാഡ് എടുത്തു. നല്ലൊരു ക്ലെൻസറും കൂടിയാണ് എഗ് വൈറ്റ്. അപ്പോൾ പോസിനകത്തൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്നെങ്കിൽ അതും പോയി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും, റിങ്കിൾ ഫ്രീ ആക്കും, നല്ലതായിട്ട് സ്കിന്ന് ടൈറ്റൻഡ് ആക്കും. ഭയങ്കര ലൂസായിപ്പോയ സ്കിന്നിങ്ങനെ സാഗ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചിട്ട് ടൈറ്റായി തരും. പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും സംഭവം നടക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ നോക്കണം. എല്ലാ ദിവസവും ഒരു 30+ ആകുന്ന ആൾക്കാർ നിങ്ങളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. ആഴ്ചയിൽ 2-3 ദിവസം വെച്ച് തുടങ്ങിക്കോളൂ. 40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു സ്കിൻ നിങ്ങൾക്കുണ്ടാവും. പെട്ടെന്നൊന്നും ചുളിവുകളും റിങ്കിൾസും പിന്നെ തൂങ്ങിപ്പോകുമൊന്നുമില്ല പെട്ടെന്ന് സ്കിന്ന്. ഒരു പരിധി വരെ കണ്ണിൻ്റെ അടിയിലെ തടിപ്പൊക്കെ കുറയുകയും ചെയ്യും എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ. കണ്ണിൻ്റെ അടിയിലെ തടിപ്പിൻ്റെ റീസൺ പല കാരണങ്ങളാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടത്തേക്ക് മസിൽസ് ഏജ് റിലേറ്റഡ് ആണ്. കുറച്ചൊക്കെ മസിൽസൊക്കെ കുറച്ച് ലൂസൻ്റ് ആകും, അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു തുടങ്ങും. അല്ല, ഒരു മിനിറ്റ്, കുറച്ച് ഈ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് ബാഗ്സ് വരികയാണെങ്കിൽ, ഐ ബാഗ്സ് വരികയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ഉറക്കമില്ലായ്മ ഒരു മേജർ ഇഷ്യൂ ആണ്. രണ്ടെന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും കണ്ണിന് ചുറ്റുമുള്ള കൺപോളകൾക്ക് ചുറ്റുമുള്ള മസിൽസൊക്കെ വീക്കാകുന്നത് ഒരു പ്രധാന കാരണമാണ്. പിന്നെ മൂന്നാമത് വാട്ടർ റിറ്റൻഷൻ. ഇങ്ങനെയുള്ള പല 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 കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ നമുക്കിങ്ങനെ ഹോം റെമഡീസിലൂടെ ചെയ്യാം. പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ കോട്ടൺ പാഡ്സ്, നല്ല കുക്കുംബർ ജ്യൂസിൽ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കുക്കുംബറിൻ്റെ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കോട്ടൺ പാഡ് ഇട്ട് വെച്ചിട്ട് അത് നല്ല തണുപ്പിച്ചിങ്ങനെ എല്ലാ ദിവസവും കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. അതിൽ കുറച്ച് പറ്റുമെങ്കിൽ ഗ്രീൻ ടീയുടെ കുറച്ച് അതും കൂടി ചേർത്ത്, 3 കൂടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഗ്രീൻ ടീ മാത്രമായിട്ട് തണുപ്പിച്ച് ടീ ബാഗ്സ് ഇങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ കോട്ടൺ പാഡ് ഗ്രീൻ ടീയിൽ മുക്കി വയ്ക്കുക. ഇങ്ങനെ പല പല റെമഡീസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കഴിഞ്ഞു. ഇത് സത്യത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. മുഖം നല്ല ക്ലീനായി നല്ല ഒരു ഫ്രഷ് ലുക്ക് വരും. പക്ഷേ ബേസിക്കലി നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രെങ്തനിങ് ആണ് ഇവിടെ നടക്കുന്നത്. സ്കിന്ന് കുറച്ചുകൂടി ടൈറ്റാകും, തൂങ്ങിപ്പോവില്ല, കുറച്ചുകൂടെയൊക്കെ നല്ല ടൈറ്റായിട്ട് പിടിച്ച് വരും പറഞ്ഞല്ലോ. പിന്നെ പോസൊക്കെ, ഒരുപാട് ഓപ്പൺ പോസ് ഉള്ളവരുടെ പോസൊക്കെ കുറച്ചുകൂടി ചുരുങ്ങി ചെറുതാകും. പിന്നെ നല്ലൊരു ക്ലെൻസിങ് ആണ്, നല്ലൊരു ഗ്ലോ കിട്ടും. എല്ലാ രീതിയിലും നല്ലതാണ്. കാരണം വൈറ്റമിൻ സി വളരെ നല്ലതാണ്.
അതും നമ്മൾ പുരട്ടിയല്ലോ ഒന്ന് അരങ്ങയുടെ ഫോമിൽ. പിന്നെ ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡ്രൈനെസ് വരില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഉടനെ പുരട്ടേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൂടി നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല റെമഡിയാണ്. ഇത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ 40+ ആയിട്ടുള്ളവർ എല്ലാ ദിവസവും ചെയ്യുക, ഒരു നേരം ചെയ്യുക, അങ്ങനെ സ്കിൻ സൂക്ഷിക്കുക. 30 വയസ്സ് കഴിഞ്ഞവർ ആഴ്ചയിൽ 2-3 ദിവസം ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.